എൻ്റെ പേര് ശ്രീലാൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. JC ബാബു സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ്, ബിജു ജില്ലാ സെക്രട്ടറി, ഷിബു കരിയം ജില്ലാ പ്രസിഡൻറ്റ്, ശ്രീകുമാർ ആരാധന സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ. അപ്പോൾ നമ്മൾ 29-ാം തീയതി തിങ്കളാഴ്ച നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ ഒരു മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നമ്മൾ സംസ്ഥാനമൊട്ടാകെ 30,000-ത്തിലധികം ചെറുകിട ഫ്ലവർ മില്ലുകളാണ് ഉള്ളത്. ഇതിൽ തൊഴിലാളികളടക്കം 70,000 പേര് തൊഴിലാളികളായിട്ടും ഏകദേശം 1,00,000-ത്തിലധികം ആൾക്കാർ ഈ ഫ്ലവർ മിൽ മേഖല വഴി ഉപജീവനം കഴിച്ചു വരികയാണ്. കുറേ നാളുകളായിട്ട്, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മുടെ ചെറുകിട ഫ്ലവർ മില്ലുകൾ നേരിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 29-ാം തീയതി നിയമസഭയ്ക്ക് മുന്നിലേക്ക് നമ്മൾ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം റേഷൻ ഭക്ഷ്യവസ്തുക്കളുടെ ദൗർലഭ്യം. റേഷൻ ഭക്ഷ്യവസ്തുക്കൾ, ഗോതമ്പ്, അരി എന്നിവയുടെ ക്ഷാമം മൂലം ചെറുകിട മില്ലുകളും വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം വൻ വില കൊടുത്ത് സാധാരണക്കാർ ഈ അരിയും കാര്യങ്ങളും ഒന്നും വാങ്ങി മില്ലുകളിലേക്ക് വരികയില്ല. റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മുടെ ഫ്ലവർ മില്ലുകളിലേക്ക് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് വരവ് നിലച്ചതോടുകൂടി ഫ്ലവർ മില്ലുകളുടെ വരുമാനം ഗണ്യമായി കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് റേഷൻ വസ്തുക്കൾ സുലഭമായി റേഷൻ കാർഡ് ഉടമകൾക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ആവശ്യം. അതുപോലെ തന്നെ ഗോതമ്പ് ഇന്ന് ഗവൺമെൻറ് പൊടിച്ച് ആട്ടമാവാക്കി റേഷൻ കട വഴി കൊടുക്കുകയാണ്. നമുക്ക് ഒരു കാർഡ് ഉടമയ്ക്ക് അയാളുടെ ഇഷ്ടത്തിന് ഗോതമ്പ് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗോതമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ കിട്ടുമ്പോൾ അതിനെ കഴുകി വൃത്തിയാക്കി നമ്മളെപ്പോലെയുള്ള ചെറുകിട മില്ലുകളിൽ കൊണ്ടുപോയി പൊടിച്ച് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് പതിവ്. ഇപ്പോൾ വൻകിട കമ്പനികൾ അത് പൊടിച്ച് ആട്ടമാവാക്കി മാത്രം റേഷൻ കടകളിൽ വഴി ആണ് വരുന്നത്. ഇത് നമ്മുടെ വരുമാനത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വ്യാജ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ധാന്യപ്പൊടികൾ എന്നിവയുടെ വ്യാപനം. പലതവണ നമ്മൾ ഗവൺമെൻറ്റിനും FSIക്കൊക്കെ നമ്മൾ ഈ വിവരം അറിയിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ കൊപ്ര തയ്യാറാക്കി അത് മില്ലുകളിൽ കൊണ്ടുവന്ന് ആട്ടി എടുക്കുമ്പോൾ ശരാശരി 200 രൂപ 1 ലിറ്ററിന് വില വരുന്ന സ്ഥാനത്ത് ഇന്ന് 150-ന് താഴെ 140-120 രൂപയ്ക്ക് പോലും 1 ലിറ്റർ വെളിച്ചെണ്ണ കടകളിൽ കിട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് പരിശോധിക്കാനോ അതെങ്ങനെ വരുന്നു എന്നുള്ളത് പരിശോധിക്കാനോ ഒന്നും സർക്കാരോ ഈ ഭക്ഷ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഏജൻസികളോ തയ്യാറാകുന്നില്ല. ഇങ്ങനെയുള്ള വ്യാജ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ധാന്യപ്പൊടികൾ, അരിമാവ്, മുളക് പൊടി ഇന്ന് 250-ന് മുകളിലാണ് മുളകിൻ്റെ വിലയെങ്കിൽ 230-ന് മുളക് പൊടിയായിട്ട് കടകളിൽ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭക്ഷ്യവകുപ്പ് അല്ലെങ്കിൽ FSIയോ ഒന്നും അന്വേഷിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അത് ശരിയായ ഗുണനിലവാരത്തിലുള്ള മസാലപ്പൊടികളല്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാജ വെളിച്ചെണ്ണയും ധാന്യപ്പൊടികൾ ഒക്കെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അതിൻ്റെ വിപണനം തടയണം എന്നുള്ളതുമാണ് നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി വകുപ്പ് തന്നെ ഇപ്പോൾ നമ്മുടെ കടകളിൽ നിന്ന് ചെറുകിട മില്ലുകൾ ഒരു ചാക്ക് മുളക് 20 കിലോയുടെ ഒരു പാക്കറ്റ് മുളക് എടുത്ത് പൊടിച്ച് ജോലിയില്ലാത്ത സമയത്ത് ആ കടകളിൽ തന്നെ വിൽപ്പന നടത്താറുണ്ട്. ഇതിൽ FSIക്കാർ എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ കീടനാശിനിയുടെ അളവ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ചെറുകിട മില്ലുകളെ ഉപദ്രവിക്കുന്ന ഒരു നടപടി പല ഭാഗത്തും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടേതല്ലാതായ കുറ്റത്തിന് നമ്മൾ ബുദ്ധിമുട്ടിക്കുകയും അതേസമയം മായം കലർന്ന വസ്തുക്കൾക്ക് യാതൊരുവിധ നടപടിയും ഇല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതുപോലെ തൊഴിൽ നികുതി, കെട്ടിട നികുതി, ലൈസൻസ് ഫീസ് എന്നിവയുടെ വൻ വർധനവ്. തൊഴിൽ നികുതി ഇന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയിലധികമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്.
കെട്ടിട നികുതിയും അതുപോലെ തന്നെ ലൈസൻസ് ഫീസും ഒക്കെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചില നടപടികൾ അതൊക്കെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കെട്ടിട നികുതിയിൽ പറയുകയാണെങ്കിൽ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള കെട്ടിട നികുതിയിൽ കുറവുണ്ടെങ്കിൽ പോലും അതുപോലും പല പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒന്നും ആ ഇളവ് പോലും നമുക്ക് തരാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. പിന്നെ ഫ്ലവർ ഓയിൽ മില്ലുകളുടെ അനിയന്ത്രിതമായ വർധനവ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അതുപോലെ തന്നെ ടൗൺ ഏരിയകളിലും ഒക്കെ പരിശോധിച്ചാൽ വളരെയധികം ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വന്ന ഗൾഫ് നിന്ന് വന്നവരെല്ലാം ഫ്ലവർ മില്ല് ആ മേഖലകളിലേക്കാണ് കൂടുതൽ വരുന്നത്. ഇത് വർദ്ധിച്ചു വരുന്നത് ഇപ്പോൾ അവരൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതേ സമാന സ്വഭാവമുള്ള മില്ലുകളും പുതുതായിട്ട് വരുന്നവരും വൻ ബാധ്യതകളിൽപ്പെട്ടിരിക്കുകയാണ്. ഇത് പരിശോധിക്കാനോ അത് പഠിക്കാനോ ഗവൺമെൻറ്റോ അതുപോലെ തന്നെ മറ്റ് ഏജൻസികളോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് അസോസിയേഷൻ്റെ കണ്ടെത്തലിൽ ഒരു 50% മില്ലുടമകളും വൻ സാമ്പത്തിക ബാധ്യതയിലാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലുകളെ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഒരു ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഇത്ര മില്ലുകൾ ഉണ്ടാവൂ എന്നുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുപോലെ തന്നെ വൈദ്യുതി നിരക്ക് സംബന്ധിച്ച് ഫിക്സഡ് ചാർജിൻ്റെ വർധനവ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഫിക്സഡ് ചാർജ് നമ്മൾ ഉപയോഗിക്കാത്ത കറണ്ടിന് വൈദ്യുതി നിരക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഫിക്സഡ് ചാർജ് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഫിക്സഡ് ചാർജ് അതുപോലെ തന്നെ അനിയന്ത്രിതമായി വരുന്ന വൈദ്യുതി നിരക്കുകളും ഒഴിവാക്കി തരണം എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം. ഹരിതകർമ്മസേന യൂസർ ഫീ ആയിട്ട് 100 രൂപ വീതം വാങ്ങുന്നുണ്ട്. നമ്മുടെ ചെറുകിട മില്ലുകളെ സംബന്ധിച്ചിടത്തോളം അവരവർ കൊണ്ടുവരുന്ന സാധനം പൊടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ യാതൊരുവിധ പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്നിരുന്നാലും അത് ഗവൺമെൻറ് നിഷേധപരമായ ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിട്ടുള്ളത്. എല്ലാവരും യൂസർ ഫീസ് കൊടുക്കണം എന്നുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ശ്രദ്ധയിലും അതുപോലെ തന്നെ പൊതുസമൂഹം അറിയുന്നതിലേക്ക് വേണ്ടിയാണ് 29-ാം തീയതി നിയമസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ കൂടെ ആവശ്യമാണ്. ഇതിന് കഴിയുന്നത്ര പിന്തുണ പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് സംഘടനയുടെ അഭ്യർത്ഥന.